വയലൻസ്. മാർക്കോ ഇറങ്ങിയതിനേക്ക് മുന്നേ അവർ പറഞ്ഞിരുന്നത് ദി മോസ്റ്റ് വയലന്റ് മൂവി ഓഫ് മലയാളം സിനിമ എന്നാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ദി മോസ്റ്റ് വയലന്റ് മൂവി ഇന്ത്യ ഹാസ് എവർ സീൻ. ഞാൻ കില്ലെന്ന് പറഞ്ഞ ഹിന്ദി സിനിമ കണ്ടാണ്. അതേ ലെവൽ അല്ലെ അതിക്ക് മേലെ ഇത്ര ബ്രൂട്ടലായിട്ടുള്ള വയലൻസ്, അത് എക്സിക്യൂട്ട് ചെയ്ത രീതി എൻ്റെ പൊന്നും. ഒരു ജോൺ വിക്ക് കാണുന്ന ഒരു വൈബ്, ഇത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്രെയിംസ്. ഉണ്ണിമൂന്നല്ല ഒരു മലയാളി ആക്ടറിനെ ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് കണ്ടിട്ടോ എനിക്കറിയില്ല. കാരണം അത്ര സ്റ്റൈലിഷ് ആയിട്ട് ഹനീഫിനെ എടുത്ത് വെച്ചേക്കുന്നത്. മേക്കിംഗ്, ബീജിയം, വയലൻസ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ ലാസ്റ്റ് 20 minutes. 18+ ആൾക്കാർ മാത്രമേ കാണാൻ പാടുള്ളൂ, പക്ഷേ 18+ ആൾക്കാർ എല്ലാവരും കാണണം പടം. അത്ര അടിപൊളിയാണ്. മലയാളം മൂവിയിൽ നിന്ന് നമുക്ക് ഇത്ര പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഇങ്ങനൊരു പടം ഇറക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു മൂവിയാണ്. അതിന് ഹാറ്റ്സ് ഓഫ് ടു ഹനീഫ് തനിയൻ ഉണ്ണിമുതൻ. എന്നെ ക്രിസ്മസിന് ഞെട്ടിച്ച പടമാണ് മാർക്കോ. മാർക്കോ അത് തന്നെയാണ്. മാർക്കോ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ കഴിഞ്ഞ സമയത്ത് നമുക്ക് തോന്നി ഇവർ പറയുന്ന ഈ എ സർട്ടിഫൈഡ് വയലൻസ് എവിടെയാണ് കിടക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കയറിയപ്പോൾ, അതായത് ഇൻ്റർവെൽ ആ ഒരു സീൻ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കയറിയപ്പോൾ പടത്തിൻ്റെ ശരിക്കുള്ള ആ ഒരു സ്വഭാവം അങ്ങ് കാണിച്ചു. മോസ്റ്റ് വയലൻറ്റ് മൂവി എന്ന് പറയുന്നത് ഇതിൽപ്പുറം നമുക്ക് എന്താ പറയുക, ഒരു എ സർട്ടിഫൈഡ് ആക്ഷന് ഓറിയൻറ്റഡിൽ എ സർട്ടിഫൈഡ് നേടിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡെപ്ത് ഊഹിക്കാം. ആ സീനുകൾ നമ്മൾ പ്രതീക്ഷിച്ചതിന് എത്രയോ മേലെയാണ്. അവസാനത്തെ 20 മിനിറ്റ് എക്സ്ട്രീം വയലൻസ്. ഇതിപ്പോൾ ഒരു ഉണ്ണി മുകുന്ദനെ എടുത്ത് പറയുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ കേരളം ആകെ തരംഗമായിരിക്കുകയാണ്. കബീർ ഗുഹൻ പുള്ളി ചെയ്ത വില്ലൻ്റെ റോള്, ഒരു എക്സ്ട്രാ റോള്. ഉണ്ണി മുകുന്ദൻ്റെ അന്യായ ഗെറ്റപ്പാണ്. ഉണ്ണി മുകുന്ദൻ നമുക്കറിയാം ഒരു KGF റോക്കിയൊക്കെ വന്ന് നിൽക്കുന്ന പോലെ ആ ഒരു സ്ക്രീൻ പ്രസൻസും. അതിൽ ഗണ്ണാണെങ്കിൽ ഇതിനകത്ത് മറ്റേ ഹാൻഡ്സോ വെച്ചിട്ടുള്ള ഒരു പിന്നെ എന്താ പുഴയുടെ സൈഡിലുള്ള സീനൊക്കെ വളരെ തിയേറ്ററിൽ ഭയങ്കര പുള്ളി ചെയ്ത റോളും എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അതിനകത്തുള്ള ക്യാരക്ടറൈസേഷൻ പടത്തിന് ശരിക്കും ഹൈയിലേക്ക് കൊണ്ടുപോയത് കബീർ ഗുഹൻ്റെ സൈറസ് എൻട്രി ചെയ്തതിന് ശേഷമാണ്. കാരണം നമുക്കറിയാം ഒരു പവർഫുൾ വില്ലൻ മേക്സ് പവർഫുൾ ഹീറോ. അപ്പോൾ ഇതൊരു അൾട്രാ പവർഫുൾ വരുമ്പോൾ നായകന് ഈ വയലൻസ് അല്ലാതെ ഇനി തിരിച്ചു കൊടുക്കാനില്ല. ആ വയലൻസിന് മേലെ നിൽക്കുന്ന വയലൻസ്. അപ്പോൾ വയലൻസ് വേഴ്സസ് വയലൻസ് ആണ് എന്താ പറയുക, അങ്ങനത്തെ ഒരു എന്താ പറയുക മോസ്റ്റ് വയലൻ്റ് എന്ന് പറഞ്ഞ ആ ടാഗ് ലൈനോട് കീപ്പ് ചെയ്ത്. പിന്നെ സിനിമ കാണുമ്പോൾ ഈ പറയുന്ന പോലെ 18+ ആണ്. പിന്നെ ആ ഒരു രീതിയിൽ തന്നെ കാണുക. ഇത് നമ്മൾ പറയുന്നത് നമ്മൾ ഈ പ്രായത്തിൽ കുറഞ്ഞവർ കണ്ടിട്ട് ഇനി മെച്യൂരിറ്റി തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സിനിമ അത്ര പിന്നെ അഡൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷനാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. 18+ ആണെങ്കിൽ കൂടി ചിലപ്പോൾ ചില വീട്ടുകാരുടെ അമ്മമാർക്കൊക്കെ അങ്ങനെ നല്ല പടം കാണാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഫ്ലഡ് ഷീറ്റ് കാണാൻ പണം ഇഷ്ടമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ അമ്മ പറഞ്ഞ അമ്മയില്ലെന്ന് പറയാം. ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. കാരണം അങ്ങനെയുള്ളവരെ ഈ പടത്തിന് വരരുത്. കാരണം ചിലർക്ക് സഹിക്കാൻ പറ്റില്ല. കുറേ പേരൊക്കെ എൻ്റെ അനിയത്തേക്ക് പോയിട്ട് കുറേ നേരം കണ്ണടച്ചിരുന്നു പറഞ്ഞു. സോ അതുപോലെ എന്താ പറയുക, പക്ഷേ വയലൻസ് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്കൊരു കിക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഈ പടം എന്തായാലും തിയേറ്ററിൽ കാണണം. നല്ല കാണുമ്പോൾ നല്ല അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാണാം. കാരണം നല്ല ഇമ്പാക്റ്റ് ഉണ്ട് അതിനകത്ത് സൗണ്ടിന്, പ്രത്യേകിച്ച് ബീജിയം ഒരു സീൻ ഹൈ ആക്കണമായാലും. പിന്നെ ഇങ്ങനത്തെ ഒരു മാസ് പടങ്ങളിലെ ലോജിക്ക് നോക്കരുത്. കുറേ പേര് അങ്ങനെ കുറേ കമൻറ്റ് കണ്ടായിരുന്നു. ലോജിക്ക് നോക്കരുത്. കാരണം ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടം അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് സ്വാഗ് പടം. നിങ്ങൾക്ക് സ്റ്റൈൽ വേണോ, നിങ്ങൾക്ക് സ്റ്റൈലിൽ സ്വാഗ് വേണോ, മാർക്കോ സെറ്റാണ്. വയലൻസ് വേണോ, ദി മോസ്റ്റ് വയലന്റ് മൂവി ഓഫ് ഇന്ത്യൻ സിനിമ. KGF-ന്റെയും കില്ലിന്റെയും ഒരു അമാൽഗമേഷൻ, അതിന്റെ ഒരു മിക്സ് പോലെ. കാരണം KGF ഇറങ്ങിയ സമയത്തൊന്നും ആരും അങ്ങനെ നിലവിളിച്ച് കണ്ടിട്ടില്ല ഇവിടെ വയലൻസ് പ്രൊമോട്ട് ചെയ്ത്. അതുപോലെ ആൾക്കാർ OTT-ലും ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. മലയാളം ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഏത് സിനിമയാണെങ്കിലും അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമ്മൾ അതിനെ കൂടുതലായിട്ട് അങ്ങ് എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അതുപോലെ തന്നെ കില്ല് തന്നെ ഹിന്ദി സിനിമയിൽ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും വെറൈറ്റി സബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കം അതിനെ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. കാരണം ഹിന്ദി സിനിമയിൽ നിന്ന്, അത് കരൺ ജോഹർ പ്രൊഡക്ഷനിൽ നിന്ന് ആ ഒരു പടം പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തിട്ട് അവിടുന്ന് ഇവിടെ ഇരുന്ന് കൈയടിച്ച് നമ്മൾ ഈ ഒരു മൂവി വരുമ്പോൾ നമ്മൾ അതിനെ ഒരിക്കലും പുറകോട്ട് വലിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സിനിമ പറഞ്ഞത് അഡൾട്ട് ഓറിയൻറ്റഡ് സംഭവമാണ്. ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു മോശം വയലൻസ്, എന്നിട്ട് നിങ്ങൾ അതിനകത്ത് കയറി കണ്ടിട്ട് ഇതിനകത്ത് വയലൻസ് ഉണ്ടെന്ന് കംപ്ലൈൻറ്റ് പറയുന്നതിൽ എന്താ അർത്ഥം ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. സിനിമ എന്തായാലും മേക്ക് ബിലീഫാണ്. പിന്നെ ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാ സുരേഷ് ഗോപിയുടെ കട കണ്ട് ഇവിടെ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞാൽ അങ്ങനെ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ അവിടെ തന്നെ ഇറങ്ങണം. പക്ഷേ വയലൻസ് സീനുകൾ ഒരു ആ പ്രായത്തിലുള്ള കാണരുത് എന്ന് പറയുന്നവർ ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊരു സിനിമയല്ല, അങ്ങനെ ആ ഒരു ഫീല് മനസ്സിലാക്കേണ്ട പ്രായത്തിലുള്ളവർ കാണണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മാർക്കോ ആയിട്ട് കാണാം, എൻജോയ്മെന്റ് കാണാം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു വെയിറ്റിംഗ് ആണ്. പിന്നെ ഇതിലും കൂടുതൽ സംഭവം ഇനി എക്ക് മേലെ സർട്ടിഫിക്കേഷൻ ഉണ്ടോ, എക്കിന് മേലെ 2 റൗണ്ടുള്ള സാധനമൊക്കെ ഉണ്ട്. സ്ട്രിക്ട്ലി അഡൽസ് ആ രംഗങ്ങളിലേക്കൊക്കെ പോട്ടെ. കാരണം ഇത് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കരുത്. ഇപ്പോൾ വേറെ രീതിയിലുള്ള ആക്ഷൻ പടങ്ങളും വരണം, എല്ലാ സിനിമകളും വരണം. അപ്പം
മാർക്കോ പക്ഷേ ഈ വയലന്റ് മൂവികൾ മാർക്കോ എന്തായാലും ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഭംഗി വാക്ക് മാർക്കിന് റൈം ചെയ്യുന്ന ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അങ്ങനെ രീതി പറയുന്നതല്ല, ബെഞ്ച് മാർക്ക് തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഗോറായിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ മലയാളത്തിൽ വന്നിട്ടില്ല. അത് തന്നെയാണ് ആ സിനിമയുടെ പറഞ്ഞ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യണ സിനിമ അങ്ങനെയല്ല. സിനിമയ്ക്ക് ഈ ക്യാരക്ടർ ഈ കഥയ്ക്ക് വേണ്ടി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതിന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് ഈ അല്ലാതെ വയലൻസ് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ചെയ്ത പടമല്ല എന്നും പറഞ്ഞ് ഈ കുറെ ന്യൂസ് ചാനൽ ചർച്ച ഉണ്ടായിരുന്നു എന്താണ് വയലൻസ് ഗ്ലോറിഫൈ ചെയ്യുന്നത് കാണിച്ചപ്പോൾ. പക്ഷെ അത് മേക്കിംഗ് ക്വാളിറ്റി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡാണ് റേസ് ചെയ്യുന്നത്. ഇതിനകത്ത് അത് പറയുന്നത് ഇതിനകത്ത് കുറേ ടെക്നിക്കൽ സാധനങ്ങളുണ്ട്. ഈ പ്രോസ്തെറ്റിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, ഈ ഓർഗൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതിനകത്ത് നമ്മുടെ ടെക്നോളജി എത്രത്തോളം മുമ്പോട്ട് പോയി, നിങ്ങൾ അത് കണ്ട് ഫെയിൻ്റ് ആവുമെന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത്രത്തോളം റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ ടെക്നോളജിയുടെ ഒരു ഗ്രോത്ത് അങ്ങനെ അത് കാണുമ്പോഴുള്ള ഒരു എൻജോയ്മെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇത് കണ്ട ഉടനെ വയലൻസിൽ ആകൃഷ്ടരായിട്ട് നമ്മൾ ഈ നല്ലത് പറയുന്ന എല്ലാവരും ഇതിനു വേണ്ടി വയലൻസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതല്ല. വയലൻസിനെ നമ്മൾ എതിർക്കുന്നു, പക്ഷേ ഈ ഒരു സിനിമ അനുഭവത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അത് കാണുക, അത് എൻജോയ് ചെയ്യുക. That's it. Happy Christmas.